ബോസ് താരം അഖിൽ മാരാർ വലിയ ജനകീയനാണ്. പക്ഷേ ഇപ്പോൾ രാജ്യവിരുദ്ധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ജയിലിലേക്കുള്ള യാത്രയിലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് നീചമായ വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അവിടെ രാഷ്ട്രീയത്തിന് അതീതമായി വലിയ വിമർശനങ്ങൾ അഖിൽ മാരാറിനെതിരെ ഉണ്ടായിട്ടുണ്ട്. കൊട്ടാരക്കര പോലീസ് അദ്ദേഹത്തിനെതിരെ കേസും എടുത്തിട്ടുണ്ട്. അതെ, ഭാരതീയ ന്യായ സംഹിത BNS 152 പ്രകാരമാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുന്നത്. അതായത് കൊട്ടാരക്കരയിലെ BJPയുടെ ഒരു നേതാവ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് കിഴക്കേക്കരയാണ് പരാതി കൊടുത്തത്. രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും പരമാധികാരത്തെയും ഒക്കെ തകർക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യുന്ന വിധത്തിൽ പരാമർശങ്ങൾ ഇങ്ങനെ പരസ്യമായിട്ട് നടത്തി, അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്നൊക്കെയാണ് ആ പരാതിയിലുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ നമ്മളൊരു കാര്യം ചിന്തിക്കണം. നമ്മുടെ രാജ്യം മറ്റ് അയൽവക്കത്തെ ഒരു രാജ്യവുമായിട്ട് ചില സംഘർഷങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമുക്കറിയാം, ഇന്ന് മാറിയ ലോകക്രമമാണ്. നമ്മൾ പണ്ട് ഒരു 25 വർഷം മുമ്പുള്ള ഒരു ലോകക്രമമല്ല ഇന്നുള്ളത്. ഇന്ന് പരസ്പര ആശ്രയത്വത്തിൻ്റെയും പരസ്പര സഹകരണത്തിൻ്റെയും വിട്ടുവീഴ്ചകളുടെയും ഒക്കെ ഒരു ആകെത്തുകയാണ് ഇന്ന് ലോകത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഇന്ന് ലോകത്ത് പല രാജ്യങ്ങളുടെ കയ്യിലും ആണവായുധമുണ്ട്. പക്ഷേ ആണവായുധമുണ്ട് എന്ന് പറഞ്ഞ് ആരും അഹങ്കരിക്കാറില്ല. ഈ പാകിസ്ഥാനെയൊക്കെ പോലെയുള്ള ചില അപൂർവം രാഷ്ട്രങ്ങൾ മാത്രമാണ് ഭീഷണിപ്പെടുത്താനായിട്ട് ഞങ്ങൾ ആണവശക്തിയാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനൊന്നും ആരും വലിയ വില കൽപ്പിച്ചിട്ടുമില്ല. പാകിസ്ഥാൻ്റെ ആണവശക്തി എന്താണെന്ന് ഇപ്പം ലോകത്തിന് ബോധ്യപ്പെടുകയും ചെയ്തു. എന്തായാലും ഇരിക്കട്ടെ. പക്ഷേ ഇന്ന് ലോകം അങ്ങനെ മാറിയ ഒരു ക്രമത്തിൽ ഇനിയൊരു ലോകമഹായുദ്ധത്തിലേക്ക് പോകാതിരിക്കാൻ തക്കവണ്ണമുള്ള വിവേകം ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ തലവന്മാർക്കുണ്ട്. അത് അമേരിക്കയായാലും റഷ്യയായാലും ചൈനയായാലും ഇന്ത്യയായാലും ഒക്കെ, ബ്രിട്ടീഷ്, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ എല്ലാ രാഷ്ട്രങ്ങളും ഈ ലോകത്തെ വികസിത രാഷ്ട്രങ്ങൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ വികസ്വര രാഷ്ട്രങ്ങൾ, വികസിച്ചുകൊണ്ടിരിക്കുന്ന, വലിയ രീതിയിൽ സാമ്പത്തികമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രങ്ങൾ ഒക്കെ, ഇന്ത്യയെ പോലെയുള്ള ആ രാഷ്ട്രങ്ങളൊക്കെ ഇന്ന് ഒരു യുദ്ധം ലോകത്തിന് അനാവശ്യമാണ്. നരേന്ദ്രമോദി പറഞ്ഞല്ലോ. അല്ല, ഈ അഖിൽ മാരാരുടെ പ്രസ്താവന കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു അദ്ദേഹം ബലൂചിസ്ഥാനെ കുറിച്ച് പറയുന്നു, ഇന്ത്യയുടെ ആയുധങ്ങളെ കുറിച്ച് പറയുന്നു. ഇദ്ദേഹം എന്തോ ബലൂചിസ്ഥാനിൽ നേരിട്ടെത്തി അതെല്ലാം കണ്ടിട്ട് മോദിയെ വിമർശിക്കുമ്പോൾ തോന്നുന്നത്. ഇന്ത്യ ബലൂചിസ്ഥാനെ ആയുധങ്ങൾ കൊടുത്ത് സഹായിച്ചു. ഒരു പ്രധാന ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. ഇതൊക്കെ പറയാൻ അഖിൽ മാരാർ ആരാണ്? നയതന്ത്ര വിദഗ്ധനാണോ? അദ്ദേഹം ഈ രാഷ്ട്രത്തിൻ്റെ ഏതെങ്കിലും പരമോന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു നയതന്ത്ര വിദഗ്ധനാണോ? അതോ ഒരു ജനപ്രതിനിധിയാണോ? ഇതൊന്നുമല്ല, ഒരു സാധാരണ പൗരനാണ്. സാധാരണ പൗരൻ വിമർശിക്കുമ്പോൾ എല്ലാ വശങ്ങളും മനസ്സിലാക്കി വിമർശിക്കണം. ചുമ്മാ ഒരു ഏതെങ്കിലും ഒരു ഭാഗം മാത്രം കണ്ടുകൊണ്ട് തനിക്ക് തോന്നിയത് വിളിച്ചു പറയലല്ല രാഷ്ട്രീയം. തീർച്ചയായിട്ടും അഖിൽ മാരാർക്കും എനിക്കും ശ്രീജിത്തിനും രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും എല്ലാറ്റിനെയും വിമർശിക്കാനും അതിനെ നിരീക്ഷിക്കാനും അത് പരിശോധിച്ച് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതൊന്നും ആരും എടുത്ത് കളഞ്ഞിട്ടൊന്നുമില്ല. ബലൂചിസ്ഥാനെ ഇന്ത്യ ചതിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ഒരു പ്രവിശ്യയാണ്. അപ്പോൾ നാളെ പാകിസ്ഥാൻ വന്നിട്ട് കാശ്മീർ ഇന്ത്യയെ ചതിച്ചു എന്ന് പറയുമോ? കാശ്മീർ ഇന്ത്യയെ ചതിച്ചു എന്ന് നാളെ പാകിസ്ഥാനോ ചൈനയോ പറഞ്ഞാൽ നമ്മളത് കേട്ടുകൊണ്ടിരിക്കുമോ? എന്തൊരു ബാലിശമായ ഒരു പ്രയോഗമാണത്. ബലൂചിസ്ഥാനെ ഇന്ത്യ ചതിച്ചു. പിന്നെ നാളെ പറയുകയാണ് കാശ്മീരിനെ പാകിസ്ഥാൻ ചതിച്ചു. ഈ കാശ്മീർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആഭ്യന്തര പ്രശ്നമാണ്. അതിന് പാകിസ്ഥാനുമായിട്ട് ഒരു ബന്ധവുമില്ല, ബന്ധപ്പെടുത്തേണ്ട കാര്യവുമില്ല. കാശ്മീരിലെ ജനങ്ങൾ, ഈ അവിടുത്തെ രാജാവ് ഹരിസിംഗ് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ തീരുമാനിച്ചപ്പോൾ ഒരു ചെറിയ വിഭാഗം ജനങ്ങൾ അതിനെ എതിർത്തു. ഇവിടെ തിരുവിതാംകൂറിൽ സ്വതന്ത്ര തിരുവിതാംകൂർ വാദം ഉയർന്നപ്പോൾ ജനങ്ങൾ എതിർത്തില്ലേ? അതൊക്കെ ആഭ്യന്തര പ്രശ്നങ്ങളാണ്. അതൊന്നും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളല്ല. ഈ ബലൂചിസ്ഥാനെ ഇന്ത്യ എങ്ങനെ ചതിച്ചു എന്നാണ്? ബലൂചിസ്ഥാൻ ഇന്ത്യ എന്ത് വാഗ്ദാനം കൊടുത്തു എന്നാണ് അഖിൽ മാരാർ പറയുന്നത്? എന്തെങ്കിലും തെളിവ് അതിനുണ്ടോ? ഈ ബലൂചിസ്ഥാനെ ഇന്ത്യ ബലൂചിസ്ഥാന് പൊതുവെ സംസാരിക്കുമ്പോൾ എല്ലാവരും പറയും ഈ പാകിസ്ഥാനിൽ അന്തഛിദ്രം ഉണ്ടാക്കുന്നത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ സംഘടനകളാണ്, പോലെയുള്ള ഏജൻസികളാണെന്ന് പറയും. എന്ത് തെളിവ്? ഇതിന് എന്തെങ്കിലും തെളിവുണ്ടോ? ഈ പാകിസ്ഥാനിൽ അജ്ഞാതൻ ആക്രമിക്കുന്നു, നിരവധി ഭീകരന്മാർ കൊല്ലപ്പെടുന്നു, ഭീകര നേതാക്കൾ കൊല്ലപ്പെടുന്നു. ഇതിൻ്റെ പുറകിൽ അജ്ഞാതനെ വിട്ടിരിക്കുന്നത് ഇന്ത്യയാണ് എന്ന് പാകിസ്ഥാനും കാനഡയും ആരോപിക്കുന്നത് പോലെയുള്ളൂ. ഇതും ഇന്ത്യയാണ് വിട്ടതെന്നുള്ളതിന് എന്താ തെളിവ്? എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? അവർ തമ്മിലുള്ള എന്തെങ്കിലും ഭീകര സംഘടനകൾ തമ്മിലുള്ള പ്രശ്നമോ, ഒരു പക്ഷേ അവിടുത്തെ സൈന്യത്തിന് തന്നെ
ഇവർ കയ്യിൽ നിൽക്കാതെ വണ്ണം പ്രവർത്തിക്കുന്നു എന്ന് തോന്നിയത് കൊണ്ട് അവർ തന്നെ ഏർപ്പാട് ചെയ്ത് തീർക്കുന്നതാണെങ്കിലോ നമുക്കറിയില്ലല്ലോ. ഇതിനെക്കുറിച്ച് വ്യക്തമായ തെളിവ് കിട്ടട്ടെ. അപ്പോൾ ഇതൊന്നുമില്ലാതെ ബലൂചിസ്ഥാനെ ഇന്ത്യ ചതിച്ചു. ഈ ഇന്ത്യയുടെ ജോലി ബലൂചിസ്ഥാനെ ചതിക്കലല്ല. 145 കോടി മനുഷ്യരുടെ ഉന്നമനമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സർക്കാരിൻ്റെ ലക്ഷ്യം. നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്, നമുക്ക് ആരും നമ്മളെ ആക്രമിക്കരുത്, നമ്മൾ ശക്തരാണ്, അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടടിച്ചാൽ തിരിച്ചടിക്കും. അല്ലാതെ നമുക്ക് പോയി അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ അയൽ രാജ്യങ്ങളിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കലല്ല നമ്മുടെ ജോലി. അതൊക്കെ ഈ പറയുന്ന നയതന്ത്രപരമായ നമ്മുടെ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന പല കാര്യങ്ങളുണ്ടാവും. അതിനകത്തൊക്കെ കയറി അഭിപ്രായം പറയാൻ പോകുന്നത് ശരിയല്ല. ഈ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് വെച്ചിട്ട് നമുക്ക് എന്തും പറയാം എന്ന് ധരിക്കരുത്. പ്രത്യേകിച്ചും ഇത്തരം വിഷയങ്ങൾ. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അത് കേസിൻ്റെ കാര്യം എന്താവുമെന്ന് നമുക്ക് നോക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞ് എന്തും പറയാമെന്നല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ സൈനിക രഹസ്യങ്ങൾ അത് ചർച്ച ചെയ്യാനുള്ളതല്ല. ഇവിടെ പറയുന്നത് കേട്ടു, എന്താ ഇന്ത്യ പാകിസ്ഥാൻ്റെ സൈന്യം അങ്ങോട്ട് നീങ്ങുന്നു, ഇങ്ങോട്ട് നീങ്ങുന്നു, LOCയിലേക്ക് വരുന്നു, അവിടെ ലോഞ്ച് പാഡ് ഉണ്ടാക്കുന്നു, തമ്പടിക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവിടുത്തെ മലയാളം ചാനലുകൾ ചർച്ച ചെയ്തു. അപ്പോൾ എന്നിട്ട് ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ച് ഒരു വിവരവുമില്ല, ഇന്ത്യ അനങ്ങുന്നില്ല. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ, ഒരു വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥൻ ഒരു ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റിൽ ഏതിലോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ നമ്മുടെ ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ പ്രതിനിധിയാണ് ഇതെല്ലാം പറയുന്നത്. അയ്യോ, അവരങ്ങനെയൊക്കെ ചെയ്യുന്നു, ഇവിടെ മോദിയെ കാണാനില്ല, നമ്മുടെ സൈന്യത്തെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് വിലപിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വേറെ ആരുമല്ല, അത് മേജർ രവിയാണ്. അദ്ദേഹം പറഞ്ഞു, നോക്കൂ, അതാണ് നമ്മുടെ സൈന്യത്തിൻ്റെ വിജയവും. നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നമ്മുടെ ഉള്ളിലുള്ളവർക്ക് പോലും അറിയില്ല. നിങ്ങൾ കണ്ടോളൂ, ഇന്ത്യക്ക് നേരെ ഒരു അറ്റാക്ക് നടക്കട്ടെ, അപ്പോൾ അറിയാം ഇന്ത്യൻ സൈന്യത്തിൻ്റെ ബലം എന്താണെന്ന്. ആ പറഞ്ഞതുപോലെ സംഭവിച്ചില്ലേ? രാത്രിക്ക് രാത്രി ഇരുട്ടിൻ്റെ മറവിൽ നമ്മളെ ഡ്രോൺ ഉപയോഗിച്ചും മിസൈൽ ഉപയോഗിച്ചും ഒക്കെ ആക്രമിക്കാൻ പാകിസ്ഥാൻ 1 അല്ല 3 ദിവസം നിരന്തരമായിട്ട് ശ്രമിച്ചു. എന്താണ് ഫലം? ഒരു മിസൈലെങ്കിലും ഇങ്ങോട്ട് പതിച്ചോ? ഇന്ത്യൻ മണ്ണിലേക്ക് എത്തിയോ? ഒരു ഡ്രോണെങ്കിലും ഇന്ത്യൻ മണ്ണിൽ ആക്രമിക്കാൻ അവർക്ക് സാധിച്ചോ? എല്ലാം തകർന്ന് വീണില്ലേ? തകർന്ന് തരിപ്പണമായില്ലേ? 300-400 ഡ്രോണുകളാണ് ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരുന്നത്. ഒരെണ്ണം പോലും ലക്ഷ്യത്തിലെത്തിയില്ലല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, സൈനിക നീക്കം, സൈനിക രഹസ്യങ്ങൾ, സൈനികരുടെ പ്രവർത്തനം, സൈന്യത്തിൻ്റെ ഗതിവിഗതികൾ, ഇതൊന്നും നമ്മൾ പരസ്യമായിട്ട് ചർച്ച ചെയ്യാൻ പാടുള്ളതല്ല. അത് നരേന്ദ്രമോദിയെ കണ്ടുപിടിക്കണം. അദ്ദേഹം നമ്മൾ 9 ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചു, അതിൻ്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയത് സൈന്യമാണ്. നരേന്ദ്രമോദിക്ക് അവിടെ വന്ന് കോട്ടിട്ട് അവിടെ വന്നിരുന്ന് വലിയ കാര്യത്തിൽ ഗീർവാണം അടിക്കാം. പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല. പകരം സൈന്യത്തെ ആ ജോലി ഏൽപ്പിച്ചു. കേരളത്തിലെ 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് പോലും മന്ത്രിയാണ് വന്നിരുന്ന് പ്രഖ്യാപിക്കുന്നത്. എന്തൊരു മോശമാണ് അതൊക്കെ. സത്യത്തിൽ അതൊന്നും മന്ത്രിക്ക് അവിടെ വരാം, അതൊക്കെ അത് ഞാൻ അതിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുന്നില്ല, അതിൻ്റെ അധികാര പരിധിയിലേക്ക് കടക്കുന്നില്ല. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കണം, നരേന്ദ്രമോദി കാണിച്ച മാതൃക നമ്മൾ പിന്തുടരാൻ തയ്യാറാകണം. പറയേണ്ടത് പറയണം. സൈന്യം വന്ന് പറഞ്ഞു, വിശദാംശങ്ങളൊക്കെ കൊടുത്തു, ശരി, ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ചർച്ചയ്ക്ക് വന്നു, നമ്മൾ താൽക്കാലികമായ വെടിനിർത്തൽ ഏർപ്പെടുത്തിയിട്ട് പിന്നീട് മോഡി പറഞ്ഞു. അതാണ് രാഷ്ട്രീയം. രാഷ്ട്രീയമായിട്ട് ഇന്ത്യ ആദ്യം സൈനികമായിട്ട് ഇതെങ്ങനെ നമ്മൾ നേരിട്ടു, അത് സൈന്യത്തിൻ്റെ കയ്യിലാണ്, സൈന്യമാണത് പറയേണ്ടത്. അത് കഴിഞ്ഞ് രാഷ്ട്രീയമായിട്ട് നയതന്ത്രപരമായിട്ട് ഇതെങ്ങനെ കൈകാര്യം ചെയ്തു. നോക്കൂ, അവിടെയും നമ്മൾ ഏറ്റവും മാന്യത കാണിച്ചു. 2 സൈനിക ഉദ്യോഗസ്ഥരോടൊപ്പം നമ്മൾ ആ പത്രസമ്മേളനത്തിൽ ഇരുത്തിയത് ഒരു നയതന്ത്ര വിദഗ്ധനെയാണ്. ആ നയതന്ത്ര വിദഗ്ധൻ്റെ സാന്നിധ്യത്തിലാണ് ഈ സൈനിക ഉദ്യോഗസ്ഥർ, ഉന്നത ഉദ്യോഗസ്ഥർ, 2 സ്ത്രീകൾ, 2 വനിതാ രത്നങ്ങൾ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയതും അത് മാധ്യമ ലോകത്തിന് മുന്നിൽ പങ്കുവച്ചതും. നമ്മളിതൊന്നും മനസ്സിലാക്കാതെ ബലൂചിസ്ഥാനെ ഇന്ത്യ ചതിച്ചു, സിന്ധിനെ ഇന്ത്യ ചൊറിഞ്ഞു, എന്ത് നാണക്കേടാണ് ഇതൊക്കെ. ഇത്തരം അഖിൽമാരാർ ഒരു സെലിബ്രിറ്റിയാണ്. അയാൾക്ക് ജനങ്ങളുടെ ഇടയിൽ സ്വാധീനമുണ്ട്. അതുകൊണ്ട് എന്തും പറയാമെന്നല്ല, അയാളുടെ വാക്കുകൾക്ക് വിലയുണ്ട്. ആ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. വാക്ക് അഗ്നിയാണെന്നാണ് ഒരു പഴയ സങ്കല്പം. അതിന് വഴി കാണിക്കാനും പറ്റും, നമ്മളെ കത്തിച്ച് കളയാനും പറ്റും. അതുകൊണ്ട് വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അത് ഇത്തരം ഈ വ്ളോഗർമാരും യൂട്യൂബർമാരും ഇതുപോലെ ഓൺലൈൻ മീഡിയ ആയിട്ട് നടക്കുന്നവർക്ക് എന്ത് തോന്നിയാസവും പറയാനുള്ളതല്ല. ബലൂചിസ്ഥാനെ ഇന്ത്യ ചതിച്ചു അത്രേ. ഇന്ത്യ എന്താ ബലൂചിസ്ഥാന് വ്യാജ ഗർഭം ഉണ്ടാക്കി കൊടുത്തോ? ഇതാണോ ചതി? ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ്റെ ആഭ്യന്തര പ്രശ്നമാണ്. നമ്മൾ എന്തിനാണ് അതിൽ തലയിടുന്നത്? അവിടെ
പണ്ട് ബംഗ്ലാദേശുമായിട്ട് ഇതുപോലെ വലിയ വിഷയമുണ്ടായതാണ് ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനും. ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്ന് വലിയ അതിക്രമങ്ങൾ ഉണ്ടായിട്ട് സൈന്യം വലിയ രീതിയിൽ അനേകം സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും പുരുഷന്മാരെ കൊല്ലുകയും ഒക്കെ ചെയ്തു. അവിടുന്ന് വലിയ അഭയാർത്ഥി പ്രവാഹമാണ്. അത് സഹിക്കാൻ പറ്റുന്നില്ല ഇന്ത്യക്ക്. അങ്ങനെ തീരെ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ഇന്ത്യ അവിടെ സൈനിക നടപടിക്ക് മുതിർന്നത്. ഈ ചരിത്രമൊന്നും അറിയാതെ ഇതിനെക്കുറിച്ച് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, ഈ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകുന്നത് എങ്ങനെയാണ്, ഈ നയതന്ത്ര തലത്തിലുള്ള വിവിധ കാര്യങ്ങൾ മനസ്സിലാക്കാതെ നമ്മളിതൊന്നും പറഞ്ഞ് നടക്കരുത്. അത് തെറ്റാണ്. അത് നമ്മുടെ രാജ്യത്തിനെതിരെ. എന്നിട്ട് നമ്മൾ കുറ്റം പറയുന്നത് ആരെയാണ്? നമ്മുടെ രാജ്യത്തെയാണ്. ബലൂചിസ്ഥാനെ ചതിച്ചു. ആര് ചതിച്ചു? ഇന്ത്യ ചതിച്ചു. നോക്കൂ, ഇന്ത്യയുടെ ഉപ്പും ചോറും തിന്ന് ഇന്ത്യയുടെ മണ്ണിൽ ജീവിച്ച് ഈ സൗകര്യങ്ങളെല്ലാം ഉപയോഗിച്ച് നമ്മളിവിടെ സുരക്ഷിതരായിട്ടിരിക്കുന്നത് അതിർത്തിയിൽ സൈന്യം കാവൽ നിൽക്കുന്നത് കൊണ്ടാണെന്നുള്ള തിരിച്ചറിവ് കൂടി നമുക്ക് വേണം. അതൊന്നുമില്ലാതെ എടുത്തു ചാടി ഇത്തരത്തിൽ പറയുന്നത് ഏത് മാരാർക്കായാലും അത് ഭൂഷണമല്ല. അങ്ങനെയൊന്നും നമ്മൾ പറയാൻ പാടില്ല. നമ്മൾ പ്രത്യേകിച്ചും സൈനിക നീക്കങ്ങൾ, നയതന്ത്ര തലത്തിലെ ബന്ധങ്ങൾ, രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപാടുകൾ, നമ്മൾ ഈ കൊടുക്കൽ വാങ്ങൽ എന്ന് പറയുന്നത് വ്യാപാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഓക്കെ, ശരി, നമ്മൾ 500 ടൺ ഗോതമ്പ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ല, ശരി, അതൊരു ചതിയാണെന്ന് പറയാം, വേണമെങ്കിൽ പറയാം. പക്ഷെ അതുപോലെ അല്ലല്ലോ ഇതൊക്കെ അവരുടെ ആഭ്യന്തര. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ ആഭ്യന്തര പ്രശ്നത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ട്, ഇന്ത്യയാണ് അവിടെ ആയുധം സപ്ലൈ ചെയ്യുന്നത്, വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ നേതൃത്വം നൽകുന്നു എന്നൊക്കെയല്ലേ പറയാതെ പറഞ്ഞിരിക്കുന്നത്? അത് ശരിയാണോ? അത് അഖിൽമാരാർ ആലോചിക്കട്ടെ. പോലീസ് കേസെടുത്തെങ്കിൽ അതിൻ്റെ നിയമപരമായ വഴിക്കത് നീങ്ങട്ടെ. അഖിൽമാരാറിന് തൻ്റെ ഭാഗം പറയാനുള്ള, ന്യായം പറയാനുള്ള അവസരമുണ്ട്. അത് അദ്ദേഹം വിനിയോഗിക്കട്ടെ. പക്ഷേ ഒരു കാര്യം, ഈ നമ്മുടെ രാജ്യത്തിൻ്റെ നയതന്ത്ര തലത്തിലുള്ള വിഷയങ്ങൾ, അതുപോലെ രാജ്യാന്തര ബന്ധങ്ങൾ, ഇതൊക്കെ പറയുമ്പോൾ മാധ്യമ പ്രവർത്തകരും നമ്മുടെ യൂട്യൂബർമാരും ബ്ലോഗർമാരും ഒക്കെ തങ്ങളുടെ അധികാര പരിധി, സ്വാതന്ത്ര്യത്തിൻ്റെ പരിധി ലംഘിക്കാതെ പറയണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ള ഏക കാര്യം.